ഭാരതത്തിലെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന തിരുവിതാംകൂറിൽ ഉൾപ്പെട്ടിരുന്ന കോട്ടയം ജില്ലയിലാണ് ഇന്നത്തെ തിരുവാർപ്പ് പ്രദേശങ്ങൾ ഉണ്ടായിരുന്നത്. ഈ ക്ഷേത്രം രാജഭരണകാലത്ത് മഹാരാജാക്കന്മാർ പടുത്തുയർത്തിയ മഹാക്ഷേത്രമാണ്. അക്കാലത്തെ അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ കടന്നു വരാനോ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള റോഡുകളിലൂടെ സഞ്ചരിക്കാനോ ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന മീനച്ചിലാറ്റിലൂടെ അവർണ ജാതികൾപ്പെട്ടവർക്ക് വള്ളത്തിൽ പോലും യാത്ര ചെയ്യാനോ അനുവാദമില്ലാതിരുന്നൊരു കാലം. വളരെ കുറച്ച് പൊതുവഴികൾ മാത്രമാണ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. അപ്പോൾ അവർണ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് എവിടേക്കെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ മറ്റു വല്ലവരുടെയും പുരയിടങ്ങളോ അല്ലെങ്കിൽ തോടുകളുടെ സൈഡിൽ കൂടെയൊക്കെയാണ് യാത്ര. ആരെങ്കിലും പുഴയിൽ കുളിക്കുന്നുണ്ടെങ്കിൽ കുളി കഴിഞ്ഞ് അവർ അകത്ത് കയറി വീട്ടിൽ പോയതിനു ശേഷം മാത്രമേ അവർക്ക് ദൃഷ്ടിയിൽപ്പെടാൻ പോലും പാടുള്ളൂ എന്നൊരു കാലത്താണ് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ തന്നെ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡുകൾ ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ വളരെ ദൂരത്തിൽ ചുറ്റിക്കറങ്ങി മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകാൻ ആളുകൾ നിർബന്ധിക്കപ്പെട്ടു. അവിടെ നിന്നും വഴികൾ പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് സഞ്ചാര സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭണം വരുന്നത്. ആയിരത്തി 1924 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചൂടും ചൂരുമേറ്റാണ് അതിൻ്റെ വളരെ അകലെയല്ലാത്ത തിരുവാർപ്പ് ക്ഷേത്രത്തിലും സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് തിരുവാർ പ്രദേശത്ത് ബഹുജനങ്ങൾ മുന്നോട്ട് വരുന്നത്. ആ പോരാട്ടത്തിന് ശ്രീ ടി കെ മാധവൻ ഈ നാട്ടിൽ വന്ന് നേതൃത്വം നൽകി എന്നുള്ളത് വളരെ പ്രധാനമാണ്. 1927 ആ സമര പോരാട്ടം കേരളത്തിൽ ഈ തിരുവാർപ്പിൽ നടന്നത്. ടി കെ മാധവൻ തിരുവാർപ്പ് സന്ദർശിച്ചപ്പോൾ അദ്ദേഹം മണ്ണൂർ കണ്ടങ്കേരിൽ എന്ന ഈ ഭവനത്തിലാണ് താമസിച്ചിരുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ജലത്തിലൂടെ പോലും ഈ മീനച്ചിലാറ്റിലൂടെ പോലും ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്കും സ്വാമിയാർ മഠത്തിൻ്റെ സമീപത്തേക്കും സാധാരണ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച സാധാരണക്കാരായ ജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. അതിനൊരു എതിർപ്പ് എന്ന രീതിയിൽ, ഒരു ലംഘനം എന്ന രീതിയിൽ ടി കെ മാധവനും ടി സി കുട്ടൻ നായരും ആമച്ചാടി തേവനും ഒരു വള്ളത്തിൽ ഈ മീനച്ചിലാറ്റിലൂടെ മീഞ്ചറ മണ്ണൂക്കണ്ടങ്കേരി കടവിൽ നിന്നും സ്വാമിയാർ മഠത്തിൻ്റെ പുറകുവശം വഴി തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടവഴി കൊച്ചുപാലം വരെ വള്ളത്തിൽ സഞ്ചരിച്ച് അങ്ങനെ ആദ്യത്തെ അയിത്തലംഘന യാത്ര ഈ മീനച്ചിലാറ്റിലൂടെയാണ് ടി കെ മാധവൻ നടത്തിയത്. അതാണ് തിരുവാർപ്പ് സഞ്ചാര സ്വാതന്ത്ര്യത്തിലെ ആദ്യത്തെ ലംഘന യാത്രയായി അറിയപ്പെടുന്നത്. ഇവിടെ ഈ ക്ഷേത്രത്തിന് 4 സൈഡിൽ ഒഴിനട എന്നറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട്. ഒഴിനട എന്ന് പറഞ്ഞാൽ അതിനിപ്പുറത്തേക്ക് അക്കാലത്തെ ഏറ്റവും താഴ്ന്ന ജാതികളിൽപ്പെട്ടതായി കരുതപ്പെട്ടിരുന്നവർക്ക് കടന്നു വരാൻ അവകാശമില്ല. ആ ഒഴിനടയുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്ഷേത്രവാതിക്കൽ വന്നത്. അങ്ങനെ ക്ഷേത്രവാതിക്കൽ വന്ന ആളുകളെ അവിടെ തടയുകയും അവരുടെ പേരിൽ കേസെടുക്കുകയും വിചാരണ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള റോഡിലൂടെ അക്കാലത്തെ ഒരു ഏറ്റവും അധസ്ഥിതരായി കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളുമായി യാത്ര ചെയ്തപ്പോഴാണ് ബഹുമാനപ്പെട്ട ടി കെ മാധവൻ അടക്കമുള്ള അന്നത്തെ മുതിർന്ന നേതാക്കൾക്ക് മർദ്ദനമേൽക്കുന്ന സംഭവം ഉണ്ടായത്. അവിടെ ഒരു പഴയ പോലീസ് സ്റ്റേഷനുണ്ട്. ആ പോലീസ് സ്റ്റേഷൻ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ പോലീസ് സ്റ്റേഷനിൽ നിരവധി ആൾക്കാർ മർദ്ദനമേറ്റ അനുഭവമൊക്കെ പിന്നീടുണ്ടായിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചാണ് സമരത്തെ നേരിടുന്നതിന് വേണ്ടി ഭരണകൂടം മർദ്ദന ഉപകരണങ്ങൾ ഉണ്ടാക്കിയത്, പോലീസിൻ്റെ ക്യാമ്പാക്കി മാറ്റിയത്. അവിടെയാണ് മഹാത്മാഗാന്ധി വരും എന്ന് കരുതി സമരത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സ്വീകരണം നടത്തുന്ന പന്തലൊക്കെ ഒരുങ്ങിയത്. പക്ഷേ അന്ന് 1927 ഗാന്ധി വന്നില്ല. 37 ജനുവരി 19 മഹാത്മാഗാന്ധി ഈ നടയിലേക്ക് എത്തിയത്, ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറിയത്. തിരുവാർപ്പിലെത്തിയ ഗാന്ധിജി തിരുവാർപ്പ് കൊച്ചുപാലം വരെ വാഹനത്തിലെത്തുകയും
അവിടുന്ന് കെട്ടുവള്ളങ്ങൾ കൂട്ടിയോജിപ്പിച്ച ഫ്ലാറ്റ് ഹോമിൽ തയ്യാറാക്കിയ ഒരു ഫ്ലാറ്റ് ഹോമിൽ തിരുവാർപ്പ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ മീനച്ചിലാറിൻ്റെ തീരത്ത് പുളിക്കടവിൽ വന്നിറങ്ങുകയും ചെയ്തു. മഹാത്മാഗാന്ധി ഇവിടെ എത്തിയപ്പോൾ ആരെയും മാറ്റി നിർത്തേണ്ടതില്ല, മാറ്റി നിർത്താൻ പാടില്ല എന്ന് പറയുകയും അന്നത്തെ ആ കാലഘട്ടത്തിലെ അവർണ വിഭാഗങ്ങൾക്കൊപ്പം എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മഹാത്മാഗാന്ധി ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും സന്ദർശനം നടത്തി ക്ഷേത്രത്തിന് അകത്ത് കയറി തൊഴുന്നു. അങ്ങനെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രസാദവും സ്വീകരിച്ച ഗാന്ധിജി അതിനുശേഷം ആ ക്ഷേത്രത്തിന് മുൻഭാഗത്ത് തയ്യാറാക്കിയിരുന്ന താൽക്കാലിക പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിട്ട് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചും അതിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു. തുടർന്ന് ഗാന്ധിജിക്ക് സ്വീകരണം നടക്കുന്ന ചടങ്ങാണ് നടത്തിയത്. അതിൽ കിട്ടിയ ഒരു പുഷ്പഹാരം തൊട്ടടുത്ത് നിന്ന താഴ്ന്ന സമുദായത്തിൽപ്പെട്ട കാളി എന്നൊരു സ്ത്രീയുടെ ദേഹത്തേക്ക് ഗാന്ധിജി ആ പുഷ്പഹാരത്തിൽ ഒരെണ്ണം എടുത്ത് അവരുടെ ദേഹത്തണിയിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. എൻ്റെ അമ്മയെ കാളിയനെയാണ് ആദ്യമേ അമ്പലത്തിൽ കയറ്റിയത്. കാന്തിച്ച് വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്നാണ് വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പറഞ്ഞ വീട്ടിൽ വിളിപ്പിച്ച് വന്നത്. അമ്മേനെ എടുത്ത് മടിയിലൊക്കെ ഇരിക്കുമെന്ന് പറയുന്നത്.